സി എ റഹീം MP കൂടി എന്നോടൊപ്പം. സി എ റഹീം, ഈ ബജറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ പൊതുവായ പ്രതികരണം എന്താണ്? കേരളത്തെക്കുറിച്ച് ശരിയാണ്, കേരളത്തെ പ്രതീക്ഷിക്കപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നും സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന ഒരു വിമർശനം അവിടെ നിൽക്കെ തന്നെ പൊതുവായി രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ അടയാളപ്പെടുത്താനും അതിനെ ത്വരിതപ്പെടുത്താനും കഴിയുന്നവയൊന്നുമില്ല എന്ന അടച്ച വിമർശനം നിങ്ങൾ ഈ ബജറ്റിനെ കുറിച്ച് നടത്തുകയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇന്നലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് വന്നു. 6.5% എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ വളർച്ച പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്രയായിരുന്നു? കഴിഞ്ഞ പാദത്തിൽ എത്രയായിരുന്നു? 8.5 ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ 3 പാദങ്ങളിലായി തുടർച്ചയായി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടാകുന്നു. എന്തുകൊണ്ട് ഇടിവുണ്ടാകുന്നു? ഇത് എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പറയുന്നതാണ്. എന്തുകൊണ്ട് ഇടിവുണ്ടാകുന്നു? അതിൻ്റെ അടിസ്ഥാനപരമായ 2 കാരണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. രണ്ടാമത്തേത് ജനങ്ങളുടെ വരുമാനത്തിലുണ്ടാകുന്ന വലിയ ഇടിവാണ്. ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. അങ്ങനെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനുള്ള എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്? തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാനുള്ള എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 7.4 എന്നതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോർ ദാൻ 8ലേക്ക് 8.8 മുകളിലേക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഉയരുകയാണ്. അപ്പോൾ അങ്ങനെ ഇൻഫ്ലേഷൻ റേറ്റ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ഒരു വശത്ത് വിലക്കയറ്റം രൂക്ഷമാകുന്നു, ജീവിത ചെലവ് കൂടുന്നു, മറുവശത്ത് തൊഴിലില്ല. ഉള്ള തൊഴിലിനാണെങ്കിൽ മാന്യമായ വരുമാനം ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇതിനിടയിൽ മനുഷ്യന് ജീവിക്കാനാവുക? കടം വാങ്ങാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യയെ അതിനുള്ള എന്ത് കാര്യമാണ് ഈ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത്? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദാതാവ് എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഗവൺമെൻറ്, അതോടൊപ്പം തന്നെ അർദ്ധ സർക്കാർ മേഖല, നമ്മുടെ പൊതുമേഖല, ഇതെല്ലാം ചേരുന്ന ആ സെഗ്മെൻ്റാണ്. രണ്ടാമത്തേത് വന്നിട്ട് ഏറ്റവും വലിയ തൊഴിൽദാതാവായി വരുന്നത് വ്യവസായ മേഖലയാണ്. വ്യവസായിക മേഖലയിൽ 6.2 ആണ് അതിൻ്റെ വളർച്ചാ നിരക്ക് എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പ്രതീക്ഷിക്കുന്നത്. MSME സെക്ടറിൽ പുതിയ തൊഴിലവസരങ്ങൾ വരാൻ കഴിയുന്ന വിധമുള്ള കാര്യമായ ഒരു പ്രപ്പോസലും, കുറേ കാര്യങ്ങൾ MSMEക്ക് വേണ്ടി പറഞ്ഞു പോകുന്നു എന്നുള്ളത് വാദത്തിന് വേണ്ടി അവർക്ക് പറയാമെങ്കിലും കാര്യമായൊന്നും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ളതും ഇനി വർദ്ധിക്കാൻ പോകുന്നതുമായ തൊഴിലില്ലായ്മ നിരക്കിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നും ഇക്കാര്യത്തിലില്ല. വിലക്കയറ്റത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യവും ഇക്കാര്യത്തിലില്ല. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രാജ്യത്തെ ഒരു മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുമോ? ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്പെഷ്യൽ പാക്കേജ് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിനെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അങ്ങനെ ഈ 5-ാം തീയതി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടി മണിക്കൂറുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു പൊളിറ്റിക്കൽ പാക്കേജാണ്. അതിലെ ചതിക്കുഴികൾ വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ മനസ്സിലാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇനി അതൊരു ആഘോഷമായി തന്നെ എടുത്താൽ എത്ര പേരാണ് രാജ്യത്തെ ടാക്സ് പേയേഴ്സായി വരുന്നത്? 140 കോടി മനുഷ്യരിൽ ഏതാണ്ട് 2 കോടിക്ക് മുകളിലുള്ളവർ മാത്രമാണ് ടാക്സ് പേയേഴ്സ്. ആ 2 കോടി പേർക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അവരെ തൊട്ട് തലോടുന്നതാകരുതല്ലോ ബഡ്ജറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത്. ലോകത്തിലെ ഏറ്റവും അധികം അതിദരിദ്രരുള്ള, തീവ്ര ദരിദ്രരുള്ള രാജ്യമാണ് ഇന്ത്യ. 11 കോടിയിലധികമാണ് ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണം. മീൻസ് അതിദരിദ്രരുടെ. എക്സ്ട്രീം പോവർട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, പോവർട്ടിയെക്കുറിച്ചല്ല. അതിനു മുകളിലാണ്, 11 കോടിക്ക് മുകളിലാണ് കൂടുതൽ പേരുണ്ട് പോവർട്ടി. അതിദരിദ്രർ, ഒരു നിവർത്തിയുമില്ലാത്തവർ 11 കോടി പേർ. ഈ കേരളത്തിൽ അതാണ് 65,000-ഓളം പേരെ കണ്ടെത്തി ആ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഈ വരുന്ന നവംബർ 1 കേരളം സമ്പൂർണ്ണമായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സ്റ്റേറ്റായി മാറാൻ പോവുകയാണ്. അപ്പം പറഞ്ഞത് ഈ 11 കോടി ആ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇത് വളരെ ഗൗരവ സ്വഭാവമുള്ള പ്രശ്നമാണ്. രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നില്ല. ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യവും ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കുന്നില്ല. തൊഴിലില്ലായ്മ എന്ന ഇന്നത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു കാര്യവും ഈ ബഡ്ജറ്റിലില്ല. ഇനി ഞാൻ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തെ അവഗണിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അത് കുറേ കാലമായി നമുക്ക് ഒരു ചിരപരിചിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വയനാട് ദുരന്തത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും അവഗണനയുടെ അപകടം നമ്മൾ കണ്ടതാണ്. പക്ഷേ വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം എനിക്ക് പങ്കുവെക്കണമെന്നുണ്ട്. അത് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും വലിയ സിറ്റികൾക്ക് തത്തുല്യമായി ഇതാ വളരാൻ പോവുകയാണ്.
അതാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ വരവോടുകൂടി തിരുവനന്തപുരം ഫ്യൂച്ചർ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമുക്ക് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു വളർച്ച, മാറ്റം, ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടാകാൻ പോവുകയാണ്. ആ വളർച്ചാ സാധ്യതയുള്ള തിരുവനന്തപുരത്തിന് ബഡ്ജറ്റിലൂടെ എന്താണ് നൽകിയത്? കേരളത്തിൻ്റെ മറ്റു തര പദ്ധതികളുണ്ട്. ഇപ്പോൾ കേരളം രാജ്യത്തിന് മുമ്പിൽ, യൂണിയൻ ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിച്ചിരുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ 2000 കോടിയുടെ പാക്കേജ്, ലാൻഡ് സ്ലൈഡ് ഹിറ്റ് നടന്ന വയനാട്, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അസിസ്റ്റൻസ്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങളെ സംബോധന ചെയ്യുന്നതിന് വേണ്ടി 1000 കോടി രൂപയുടേത്. അതോടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 4500 കോടിയുടെ സ്പെഷ്യൽ ലൊക്കേഷൻ ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടുന്നതിന് വേണ്ടി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമീപകാലത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് നമ്മൾ ചോദിച്ചു. ഇതിലൊന്നും യാതൊരുവിധ പരിഗണനയും നൽകിയില്ല. എയിംസ് കേരളത്തിന് ദീർഘകാലത്തെ ആവശ്യമാണ്. എന്തായിരുന്നു കേരളത്തിൽ BJP കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നരേറ്റീവ്? കേരളത്തിൽ ജനങ്ങൾക്ക് ഇത് തന്നെ വേണം. അവരിതാ ഒരാളെപ്പോലും ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുന്നില്ലല്ലോ. ഒരു MP എത്തുന്നു നോക്കൂ, ഈ കാര്യങ്ങളെല്ലാം വലിയ മാറ്റമുണ്ടാകുമെന്നാണ്. MP കിട്ടിയല്ലോ ഇപ്പോൾ. ഒരു MP ആയി, ആ MP മന്ത്രിയായി, വേറൊരു മലയാളി കേന്ദ്രമന്ത്രിയായി, അവരുള്ള ക്യാബിനറ്റിൻ്റെ ബഡ്ജറ്റാണിത്. ആ ബഡ്ജറ്റ് കേരളത്തിന് എന്ത് നൽകി? വർഷങ്ങളായി കാത്തിരിക്കുന്ന എയിംസ് പോലും നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 10,000 അധിക മെഡിക്കൽ സീറ്റുകൾ ഈ ബഡ്ജറ്റിൽ പൊതുവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 10,000-ൽ കേരളത്തിന് എത്രയുണ്ട് വിഹിതം? എത്രയുണ്ടാകും വിഹിതം? ഇത് കേരളത്തോടുള്ള അവഗണനയുടെ ഒരു നേർചിത്രമായി ഇത് മാറുകയാണ്. ഇത് കേരളത്തിൻ്റെ റെയിൽവേ യാത്രാ പ്രശ്നം അതിദുരിതം നേരിടുകയാണ്. കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളെ പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ ധനസ്ഥിതി ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യുന്നില്ല എന്നതുകൂടിയാണ് CA റഹീം CPIM MP യുടെ ഈ കാര്യത്തിലുള്ള പ്രതികരണം.